എത്ര പേർക്കറിയാം നിസാൻ GTR R34 ബാൻ ചെയ്യാനുള്ള കാരണം? 1999 നിസാൻ GTR R34 പുറത്തിറങ്ങിയത്. ജാപ്പനീസ് വാഹനങ്ങളുടെ ഏറ്റവും വലിയ ഐക്കോണുകളിൽ ഒന്നായി മാറിയ ഈ കാറിന് അതിന്റെ ഫോഴ്സ്, AWD സിസ്റ്റവും RB26 ജെറ്റ് ട്വിൻ ടർബോ എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജപ്പാനിൽ മാത്രം ഒഫീഷ്യലി വിൽപ്പന നടത്തുന്നതുകൊണ്ടും അതിന്റെ പ്രകടനം അതിരുകൾ ഒക്കെ ലംഘിച്ചതുകൊണ്ടും അമേരിക്കൻ കാർ പ്രേമികൾ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അമേരിക്കയിൽ കർശനമായ യാത്രാ സുരക്ഷാ നിയമങ്ങളും മലിനീകരണ നിയമങ്ങളുമാണ് പ്രശ്നമായത്. ഫെഡറൽ മോട്ടോർ വെഹിക്കിൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ കാർ നിയമപരമായി ഇറക്കുമതി ചെയ്യാൻ പറ്റില്ലെന്ന് പ്രഖ്യാപിച്ചു. കാറിന്റെ എയർ ബാഗ്, ക്രാഷ് ടെസ്റ്റ്, എമിഷൻ സ്റ്റാൻഡേർഡ് തുടങ്ങിയവയെല്ലാം നിയമങ്ങൾ പാലിച്ചിരുന്നില്ല. അതിനാൽ 1999 മുതൽ 2002 വരെ നിർമ്മിച്ച R34 മോഡലുകൾ നേരിട്ട് USA ഇറക്കാനാവാതെയായി. പക്ഷെ ചിലർ കാറുകൾ കപ്പലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച് ഇറക്കുമായിരുന്നു. മറ്റു ചിലർ രജിസ്റ്റർ ചെയ്ത് ഇറക്കുമായിരുന്നു. പിന്നീട് ഏകദേശം 25 വർഷങ്ങൾക്ക് ശേഷം 2024 1999 R34 എന്ന കാറുകൾ നിയമപരമായി ഇറക്കാനായിട്ട് തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് നിസാൻ കാറുകളിലെ ഏറ്റവും ഇഷ്ടമുള്ള കാർ ഏതാണെന്ന് കമന്റ് ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്.